കൃപാസനം പ്രസാദപര മാതാവേ, വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ന് ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കൈകളിൽ പരിഹാരമില്ലാത്ത പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. ഞങ്ങളുടെ മനസ്സിൽ ആരോടും പറയാത്ത പല ഭാരങ്ങളുമുണ്ട്. വീട്ടു ചെലവുകൾ അടയ്ക്കുവാനുള്ള കടങ്ങൾ, ബാങ്ക് ബാധ്യതകൾ, മക്കളുടെ പഠന ചെലവുകൾ, ചികിത്സയ്ക്കാവശ്യമായ പണം, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ വേദന, വരുമാനം കുറഞ്ഞതിൻ്റെ ആശങ്ക, ബിസിനസ്സിൽ ഉണ്ടായ നഷ്ടങ്ങൾ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന ഭയം, ഇതെല്ലാം ഇന്ന് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കർത്താവായ യേശുവിൻ്റെ തിരുമുൻപിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപാസനം അമ്മേ, ഞങ്ങളുടെ വാക്കുകൾ മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിശബ്ദമായ കരച്ചിലും അമ്മ കേൾക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ കുറവ് മാറ്റാനും മറ്റാരും പറയുന്നതിനു മുൻപേ തിരിച്ചറിഞ്ഞ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളും അമ്മ കാണണമേ. അന്ന് അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയും അമ്മ യേശുവിനോട് പറയണമേ. കർത്താവായ ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണണമേ. ഞങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് മുൻപിൽ ശരിയായ വഴികൾ തുറന്നു തരണമേ. കൃപാസനം അമ്മേ, ഞങ്ങളുടെ സാമ്പത്തിക ഭാരങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഓരോന്നായി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും വരുമാനവും ചെലവും ഒത്തുപോകാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. ഒരു ചെലവ് തീരുമ്പോൾ മറ്റൊന്ന് വരുന്നു. ഒരു കടം അടയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാവശ്യം മുൻപിൽ വരുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾക്കിടയിൽ തളർന്നു പോയ ഞങ്ങളുടെ മനസ്സിന് ആദ്യം സമാധാനം നൽകണമേ. ഭയത്തിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാതെ വിവേകത്തോടെ മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ലെന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളും പരിമിതികളും അമ്മ അറിയുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്നും അത് എങ്ങനെ നൽകണമെന്നും അവിടുന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുഴുവൻ അമ്മയുടെ കരങ്ങളിൽ യേശുനാഥൻ്റെ പക്കൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കടബാധ്യതയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. പരിശുദ്ധ മാതാവേ, കടത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കണമേ. ബാങ്ക് വായ്പകൾ, ഭവന വായ്പ, വിദ്യാഭ്യാസ വായ്പ, വ്യാപാരവുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വാങ്ങിയ പണം, അടയ്ക്കേണ്ട ബില്ലുകൾ, ഇവയെല്ലാം ഓർത്ത് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മ ആശ്വസിപ്പിക്കണമേ. കടം കൊടുത്തവരുടെ ഫോൺ വരുമോ എന്ന് ഭയക്കുന്നവരുണ്ട്. അടുത്ത മാസത്തെ തുക എങ്ങനെ അടയ്ക്കുമെന്ന് അറിയാതെ വിഷമിക്കുന്നവരുണ്ട്. അവരുടെ മനസ്സിൽ സമാധാനം നിറയ്ക്കണമേ. കൃപാസനം അമ്മേ, കടങ്ങൾ ഉത്തരവാദിത്വത്തോടെ തിരിച്ചടയ്ക്കുവാനുള്ള മാർഗം കണ്ടെത്തുവാൻ അമ്മ സഹായിക്കണമേ. അനാവശ്യ ചിലവുകൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സാമ്പത്തിക കാര്യങ്ങളിൽ സത്യസന്ധതയോടും ഉത്തരവാദിത്വത്തോടും കൂടി ജീവിക്കുവാൻ സഹായിക്കണമേ. തെറ്റായ വഴികളിലൂടെ പണം നേടുവാനുള്ള പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. കടം തീർക്കുവാനുള്ള ഓരോ ചെറിയ പരിശ്രമങ്ങളെയും അനുഗ്രഹിക്കണമേ. കൃപാസന മാതാവേ, ഈ നിമിഷം ജോലിയില്ലാത്ത മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഒരു ജോലി ലഭിക്കണമെന്ന പ്രാർത്ഥനയുമായി കഴിയുന്ന മക്കളെ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവസവും ജോലി അന്വേഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അപേക്ഷകൾ അയച്ചിട്ടും മറുപടി ലഭിക്കാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു.
ജോലി നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി സ്ഥിരമായി ജോലി ലഭിക്കാത്തവർ എല്ലാവരെയും അമ്മ യേശുവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കണമേ. ഈ മക്കളുടെ കഴിവുകൾക്ക് അനുയോജ്യമായ അവസരങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമേ. ശരിയായ സമയത്ത് ശരിയായ വ്യക്തികളെ കണ്ടുമുട്ടുവാൻ ഇടയാക്കണമേ. ഇൻ്റർവ്യൂവിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുവാൻ ഈ മക്കളെ സഹായിക്കണമേ. നിരസിക്കപ്പെട്ട അവസരങ്ങൾ അവരുടെ ആത്മവിശ്വാസം തകർക്കാതിരിക്കട്ടെ. ഒരു വാതിൽ അടഞ്ഞാൽ ജീവിതം അവസാനിച്ചുവെന്ന് കരുതാതെ വീണ്ടും ശ്രവിക്കുവാനുള്ള മനസ്സും ശക്തിയും നൽകണമേ. പരിശുദ്ധ മാതാവേ, ജോലി അന്വേഷിക്കുന്നവരുടെ അധ്വാനം ഫലപ്രദമാക്കണമേ. അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന മാന്യമായ തൊഴിൽ ലഭിക്കുവാൻ വഴിയൊരുക്കണമേ. കൃപാസനമമ്മേ, ജോലി ചെയ്യുന്ന മക്കൾക്കായി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അമ്മേ, ജോലിയുണ്ടെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരെ ഓർക്കണമേ. ശമ്പളം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് തികയാതെ വരുന്നവരുണ്ട്. വർഷങ്ങളായി ശമ്പള വർധന ലഭിക്കാത്തവരുണ്ട്. ജോലി സ്ഥലത്ത് അനീതികൾ നേരിടുന്നവരുണ്ട്. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ കഴിയുന്നവരുണ്ട്. അവരുടെ ജോലിയെ അനുഗ്രഹിക്കണമേ. അവരുടെ കഴിവുകൾ വളരുവാൻ സഹായിക്കണമേ. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ആത്മവിശ്വാസം നൽകണമേ. അർഹമായ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുവാൻ അനുയോജ്യമായ അവസരങ്ങളുണ്ടാകട്ടെ. ജോലി സ്ഥലത്ത് സത്യസന്ധതയും ആത്മാർത്ഥതയും പാലിക്കുവാൻ ഈ മക്കളെ സഹായിക്കണമേ. കൃപാസന മാതാവേ, ബിസിനസ് നടത്തുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ചെറിയതും വലുതുമായ ബിസിനസ്സുകൾ നടത്തി കുടുംബം പോറ്റുന്നവരെ സമർപ്പിക്കുന്നു. വ്യാപാരം കുറഞ്ഞ വിഷമിക്കുന്നവരുണ്ട്. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. കട തുറന്നിട്ടും ആവശ്യത്തിന് ഉപഭോക്താക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ജീവനക്കാരുടെ ശമ്പളം നൽകുവാൻ പോലും പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. വ്യാപാരത്തിൽ സത്യസന്ധത പാലിക്കുവാൻ സഹായിക്കണമേ. തെറ്റായ നിക്ഷേപങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ. ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ നീതിയോടെ പ്രവർത്തിക്കുവാൻ സഹായിക്കണമേ. നഷ്ടം നേരിട്ടവർക്ക് വീണ്ടും തുടങ്ങുവാനുള്ള ധൈര്യം നൽകണമേ. അവരുടെ കഴിവുകളും അനുഭവങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ വഴി കാട്ടണമേ. കൃപാസന മാതാവേ, വീട്ടുചെലവുകൾ നടത്തുവാൻ വിഷമിക്കുന്ന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുക്കളയിൽ ആവശ്യമായ സാധനങ്ങൾ വാങ്ങുവാൻ പോലും കണക്കുകൂട്ടേണ്ടി വരുന്ന കുടുംബങ്ങളെ അമ്മ കാണണമേ. വൈദ്യുതി ബിൽ, വാടക, വീട്ടുചെലവ്, സ്കൂൾ ഫീസ്, യാത്രാ ചെലവ്, മരുന്നുകൾ ഇവയെല്ലാം എങ്ങനെ നടത്തുമെന്ന് വിഷമിക്കുന്ന മാതാപിതാക്കളെ ഈ നിമിഷം ആശ്വസിപ്പിക്കണമേ. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായി സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെക്കുന്ന അപ്പന്മാരെയും അമ്മമാരെയും അനുഗ്രഹിക്കണമേ. അവരുടെ അധ്വാനത്തിന് ഫലം നൽകണമേ. കുടുംബത്തിലെ എല്ലാവർക്കും പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയുവാനുള്ള വിവേകം നൽകണമേ. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനും ഇല്ലാത്തതിൻ്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുവാനും സഹായിക്കണമേ. കൃപാസന മാതാവേ, മക്കളുടെ പഠന ചെലവിനായി വിഷമിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, മക്കളുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ പണം കണ്ടെത്തുവാൻ വിഷമിക്കുന്ന മക്കളെ ഈ നിമിഷം സമർപ്പിക്കുന്നു. ഫീസ് അടയ്ക്കേണ്ട തീയതി അടുത്തു വരുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട്. മക്കളുടെ പഠനം മുടങ്ങുമോ എന്ന ആശങ്കപ്പെടുന്നവരുണ്ട്. അവർക്കായി അനുയോജ്യമായ സഹായങ്ങളും അവസരങ്ങളും ലഭിക്കുവാൻ വഴിയൊരുക്കണമേ. മക്കൾക്കും മാതാപിതാക്കളുടെ അധ്വാനം തിരിച്ചറിയുവാനുള്ള മനസ്സ് ലഭിക്കണമേ.
ലഭിക്കുന്ന അവസരങ്ങളെ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിച്ച് പഠിക്കുവാനും ജീവിതത്തിൽ മുന്നേറുവാനും അവരെ സഹായിക്കണമേ. കരുണയുടെ അമ്മേ, ചികിത്സാ ചെലവുകൾക്കായി ബുദ്ധിമുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ വേദനയ്ക്കൊപ്പം ചികിത്സാ ചെലവിൻ്റെ ഭാരവും വഹിക്കുന്ന കുടുംബങ്ങളെ ഓർക്കണമേ. ആശുപത്രി ബില്ലുകൾ എങ്ങനെ അടയ്ക്കുമെന്നറിയാതെ വിഷമിക്കുന്നവർ, ദിവസവും മരുന്ന് വാങ്ങേണ്ടവർ, തുടർ ചികിത്സ ആവശ്യമായവർ, അവരുടെ ആവശ്യങ്ങളിൽ ദൈവപരിപാലനം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ആവശ്യമായ സഹായം ശരിയായ മാർഗങ്ങളിലൂടെ ലഭിക്കട്ടെ. ചികിത്സ പണത്തിൻ്റെ കുറവ് കൊണ്ട് മുടങ്ങാതിരിക്കുവാനുള്ള വഴികൾ തെളിക്കണമേ. രോഗിയെയും കുടുംബത്തെയും പ്രത്യാശയിൽ നിലനിർത്തണമേ. കൃപാസന മാതാവേ, വിദേശ ജോലിക്കായി ശ്രമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അമ്മേ, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ വിദേശത്ത് ജോലി തേടുന്നവരെ സമർപ്പിക്കുന്നു. ജോലിക്കായി അപേക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ കാത്തിരിക്കുന്നവർ, വിസയും വർക്ക് പെർമിറ്റ് കാത്തിരിക്കുന്നവർ, ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നവർ, അവരുടെ ശ്രമങ്ങൾക്ക് ദൈവഹിതപ്രകാരമുള്ള നല്ല ഫലം ലഭിക്കട്ടെ. പരിശുദ്ധ മാതാവേ, വഞ്ചനാപരമായ ഏജൻസികളിൽ നിന്നും വ്യാജ ജോലി വാഗ്ദാനങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ. ശരിയായ ജോലി തിരഞ്ഞെടുക്കുവാനുള്ള വിവേകം നൽകണമേ. വിദേശത്ത് പോകുന്നത് അവരുടെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്കും അനുയോജ്യമാണെങ്കിൽ അതിനാവശ്യമായ വഴികൾ സുഗമമാക്കണമേ. കൃപാസനമമ്മേ, കിട്ടാനുള്ള പണത്തിനായി കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അമ്മേ, അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കാതെ കാത്തിരിക്കുന്നവരുണ്ട്. ശമ്പള കുടിശ്ശികയായവർ, ചെയ്ത ജോലിയുടെ പണം ലഭിക്കാത്തവർ, നിയമപരമായി ലഭിക്കേണ്ട തുകകൾ വൈകുന്നവർ, മറ്റുള്ളവർ തിരിച്ചു നൽകേണ്ട പണം കാത്തിരിക്കുന്നവർ. പരിശുദ്ധ മാതാവേ, അവരുടെ പ്രശ്നങ്ങൾക്ക് നീതിപൂർവകമായ പരിഹാരം ലഭിക്കണമേ. കോപത്തിലും പ്രതികാരത്തിലും വീഴാതെ ശരിയായ മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കുവാൻ സഹായിക്കണമേ. സാമ്പത്തിക തീരുമാനങ്ങൾക്ക് വിവേകം നൽകണമേ. അമ്മേ, ഞങ്ങൾക്ക് പണം മാത്രം ചോദിക്കാൻ അല്ല, അത് ശരിയായി കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനം ചോദിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. വരുമാനം ലഭിക്കുമ്പോൾ എല്ലാം ചെലവഴിക്കാതെ ആവശ്യങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കണമേ. സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ സഹായിക്കണമേ. കടം എടുക്കുന്നതിന് മുൻപ് ആലോചിക്കുവാനുള്ള വിവേകം നൽകണമേ. എളുപ്പത്തിൽ വലിയ ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞു വരുന്ന വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുവാനുള്ള ജാഗ്രത നൽകണമേ. വഞ്ചനകളിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പുകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ കൈവശമുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കൈകളുടെ അധ്വാനം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന ഓരോ സത്യസന്ധമായ ജോലിയെയും അനുഗ്രഹിക്കണമേ. ചെറിയ ജോലിയാണെന്ന് കരുതി ഒന്നിനെയും അവഗണിക്കാതിരിക്കുവാനുള്ള മനസ്സ് നൽകണമേ. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ അവസരം നൽകണമേ. മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടാതെ ഞങ്ങൾക്ക് ലഭിച്ച കഴിവുകൾ നന്നായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരാജയം വന്നാൽ അതിൽ നിന്ന് പഠിക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. വിജയം വന്നാൽ അഹങ്കരിക്കാതെ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭയത്തെ പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന് സമർപ്പിക്കുന്നു. അമ്മേ, നാളെ എന്താകും എന്ന ചോദ്യം ഞങ്ങളുടെ മനസ്സിനെ പലപ്പോഴും ഭയപ്പെടുത്തുന്നു. ഈ കടം എങ്ങനെ തീർക്കും? കുട്ടികളുടെ പഠനം എങ്ങനെ നടത്തും? ജോലി നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? ഈ മാസം ചെലവുകൾ എങ്ങനെ നടക്കും? ഇങ്ങനെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ ചിന്തകളും ഇപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രശ്നങ്ങൾ ഇല്ലെന്ന നടിക്കാൻ അല്ല, അവയെ നേരിടുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ
ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാനും ഞങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങൾ ദൈവത്തിന് ഏൽപ്പിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അനുഗ്രഹം ലഭിക്കുമ്പോൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് സമൃദ്ധി ലഭിക്കുമ്പോൾ ആവശ്യമുള്ളവരെ മറക്കാതിരിക്കുവാനുള്ള ഹൃദയം നൽകണമേ. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുവാനും പ്രയാസപ്പെടുന്ന ഒരാളെ സഹായിക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്ന ചെറിയ നന്മകൾ ചെയ്യുവാനും മനസ്സ് നൽകണമേ. പണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യജമാനനാകാതെ നന്മ ചെയ്യുവാനുള്ള ഒരു ഉപകരണമാകട്ടെ. സമ്പത്ത് കൂടുമ്പോൾ സ്നേഹം കുറയാതിരിക്കട്ടെ. ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കാതിരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക നിയോഗങ്ങൾ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് നിശബ്ദരാകാം. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം എന്താണോ അത് മനസ്സിൽ ഓർക്കുക. അടയ്ക്കുവാനുള്ള ഒരു കടമായിരിക്കാം, ലഭിക്കേണ്ട ഒരു ജോലി ആയിരിക്കാം, നടക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആയിരിക്കാം, കുടുംബത്തിൻ്റെ മാസച്ചെലവായിരിക്കാം, കുട്ടിയുടെ ഫീസായിരിക്കാം, ഒരു ബിസിനസ് പ്രശ്നമായിരിക്കാം, ചികിത്സക്കാവശ്യമായ പണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരോടും പറയാൻ കഴിയാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം. ഏത് നിയോഗവുമാകട്ടെ, ആ നിയോഗം ഇപ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അമ്മേ, കൃപാസനം അമ്മേ, ഇതാ എൻ്റെ നിയോഗം. എനിക്കറിയാവുന്ന വഴികൾ പലതും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സാഹചര്യങ്ങളാണ്. എൻ്റെ ഭയത്തെയും എൻ്റെ ആവശ്യത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭാവിയെയും ഞാൻ പരിശുദ്ധ അമ്മ വഴി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എനിക്ക് വേണ്ടത് മാത്രം നൽകണമെന്നല്ല എൻ്റെ പ്രാർത്ഥന. എനിക്ക് ശരിയായ വഴി കാണിച്ചു തരണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകം നൽകണമേ. അധ്വാനിക്കുവാനുള്ള ആരോഗ്യം നൽകണമേ. അവസരങ്ങൾ തിരിച്ചറിയുവാനുള്ള ബുദ്ധി നൽകണമേ. പരാജയപ്പെട്ടാലും വീണ്ടും തുടങ്ങുവാനുള്ള ധൈര്യം നൽകണമേ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ സാമ്പത്തിക നിയോഗങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ യേശുവിന് സമർപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറട്ടെ. അടഞ്ഞിരിക്കുന്ന വഴികളിൽ ദൈവം പുതിയ സാധ്യതകൾ കാണിച്ചു തരട്ടെ. ഞങ്ങളുടെ അധ്വാനത്തിന് ഫലം ലഭിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായത് ലഭിക്കട്ടെ. കടങ്ങൾ ഉത്തരവാദിത്വത്തോടെ തീർക്കുവാൻ കഴിയട്ടെ. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കട്ടെ. ബിസിനസ് നടത്തുന്നവർക്ക് വിവേകവും സ്ഥിരതയും ലഭിക്കട്ടെ. സാമ്പത്തികമായി തളർന്നിരിക്കുന്നവർക്ക് വീണ്ടും മുന്നോട്ടു പോകുവാനുള്ള പ്രത്യാശ ലഭിക്കട്ടെ. ഞങ്ങളുടെ വീടുകളിൽ പണത്തെ ചൊല്ലിയുള്ള വഴക്കുകൾ അവസാനിക്കട്ടെ. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരുമിച്ച് പ്രശ്നങ്ങൾ നേരിടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യവും സമാധാനവും നിറവേറട്ടെ. നന്ദിയുടെ പ്രാർത്ഥന. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഞങ്ങൾക്ക് ലഭിച്ച ഭക്ഷണത്തിന് നന്ദി. താമസിക്കാൻ ലഭിച്ച ഇടത്തിനു നന്ദി. അധ്വാനിക്കാൻ കഴിയുന്ന ആരോഗ്യത്തിന് നന്ദി. ഞങ്ങളെ സഹായിച്ച മനുഷ്യർക്കായി നന്ദി. കഠിന സമയങ്ങളിൽ തുറന്നു കിട്ടിയ ചെറിയ വഴികൾക്ക് പോലും നന്ദി. ഇനിയും ലഭിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിരാശരാകാതെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനുള്ള കണ്ണുകൾ നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്ന വഴികൾ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമാപന പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയമേ, കൃപാസനം അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിയോഗങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും ബാധ്യതകളും ജോലിയും വരുമാനവും ബിസിനസ്സും അധ്വാനവും മക്കളുടെ പഠനവും ഭാവിയും ചികിത്സാ ചെലവുകളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ കർത്താവായ യേശുവിന് സമർപ്പിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കട്ടെ.
പണത്തിൻ്റെ കുറവ് കുടുംബത്തിലെ സ്നേഹം തകർക്കാതിരിക്കട്ടെ. പ്രതിസന്ധികൾ വരുമ്പോൾ പരസ്പരം ചേർന്ന് നിൽക്കുവാൻ സഹായിക്കണമേ. സത്യസന്ധമായി അധ്വാനിക്കുവാനും വിവേകത്തോടെ ചെലവഴിക്കുവാനും ഉത്തരവാദിത്വത്തോടെ കടങ്ങൾ തീർക്കുവാനും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നന്ദിയോടെ സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ, ഞങ്ങളുടെ ഇന്നലെയെ ദൈവത്തിൻ്റെ കരുണയ്ക്കേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവപരിപാലനത്തിനേൽപ്പിക്കുന്നു. ഞങ്ങളുടെ നാളെയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭയത്തിനു പകരം വിശ്വാസവും നിരാശയ്ക്ക് പകരം പ്രത്യാശയും ആശയക്കുഴപ്പത്തിന് പകരം വിവേകവും തളർച്ചയ്ക്ക് പകരം പുതിയ ശക്തിയും ഞങ്ങൾക്ക് ലഭിക്കട്ടെ. കൃപാസനം അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക നിയോഗങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് നിറവേറുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രത്യാശ അങ്ങിലാണ്. ഞങ്ങളുടെ കുടുംബവും ജോലിയും വരുമാനവും ഭാവിയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും നിറയട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെയും കൃപാസനം അമ്മയുടെ സാന്നിധ്യവും പ്രാർത്ഥനകളും നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ കരങ്ങളിലും എത്തുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി.